നമ്മുടെ മുഖ്യാതിഥി ആദരണീയനായ പി സുരേഷ് കുമാർ സാർ, പഞ്ചായത്ത് മെമ്പർമാരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ ചന്ദ്രകുമാർ, വാർഡ് മെമ്പർ ശ്രീമതി ഷെറീന ഷാനു, മെമ്പർ ശ്രീമതി സിസിലി ചോർ, മെമ്പർ ശ്രീ ജയകൃഷ്ണൻ, മെമ്പർ ശ്രീ ജോസഫ്, അതുപോലെ തന്നെ കേരള CBSE മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ PS രാമചന്ദ്രൻ പിള്ള, കേരള CBSE മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ J എബ്രഹാം, സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ശ്രീ ജോൺ യേശുദാസ്, ശ്രീ ചന്ദ്രകുമാർ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ സ്നേഹമുള്ള മാനേജർ ശ്രീ അനിൽകുമാർ, പ്രിൻസിപ്പൽ റിൻസി മാഡം, ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ്, സ്നേഹമുള്ള വാത്സല്യനിധികളായ രക്ഷകർത്താക്കളെ, അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസ്, മറ്റ് അഭ്യുദയകാംക്ഷികളായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സ്കൂളിൻ്റെ ഹ്രസ്വ ചരിത്രം മാനേജർ സാർ പറഞ്ഞത് കേട്ടു. അതിലുപരി ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ബോധ്യമുള്ളതാണ്. 3 വർഷം ഏകദേശം പൂർത്തിയാകുന്നു. അതിൽ ആദ്യത്തെ വർഷം ഒരു കുഞ്ഞിൻ്റെ ശൈശവ കാലത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ള കാലമെന്ന് നിങ്ങൾക്കറിയാം. 30-ൽ താഴെ കുട്ടികളുമായി 2022 ജൂൺ മാസം 8-ന് ആരംഭിച്ച കലാലയം 2024-25 അധ്യയന വർഷത്തിൽ 245 കുട്ടികളും 15 അധ്യാപകരും അതുപോലെ തന്നെ 13 നോൺ ടീച്ചേഴ്സുമായി ക്ലാസ് ആരംഭിച്ചത് ജൂൺ മാസം 6-ാം തീയതി, 2024 ജൂൺ മാസം 6-ാം തീയതി. അക്കാദമിക് ഇയറിൻ്റെ പ്രത്യേകത ക്ലാസ് 5 വരെ മാത്രമുള്ള കലാലയം എന്നുള്ളത് കൊണ്ട് തന്നെ മുതിർന്ന കുട്ടികൾ പഠിക്കുന്ന കലാലയത്തിലെ പല ആക്ടിവിറ്റീസും ചിലപ്പോൾ ഉണ്ടാകില്ല. പക്ഷെ നമ്മുടെ ചില പരിമിതികളൊക്കെ കൂടിച്ചേർന്നപ്പോൾ ചില പരിമിതികളൊക്കെ മാറ്റിവെക്കുന്നതിനും ചില പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തുന്നതിനും നമുക്ക് കഴിയും. ഈ പ്രദേശത്തെ മറ്റ് കലാലയങ്ങളും അല്ലെങ്കിൽ മറ്റ് കുട്ടികളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞ ഒരു വർഷമാണ്. ഈ കുളത്തൂപ്പുഴ പ്രദേശത്ത് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നമ്മുടെ സ്കൂളിലെ സിയാൻ ഷാൻ, അതുപോലെ തന്നെ സൂര്യദേവ്, 25-ൽ പരം കുട്ടികൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ വർഷം കൂടിയാണ് ഈ കഴിഞ്ഞുപോയത്. അതുപോലെ തന്നെ അർവിൻ ആർ നായർ, അതും 20-ൽ പരം സ്കൂളുകൾ പങ്കെടുത്ത ചിത്രകലാ മത്സരത്തിൽ നമ്മുടെ സ്കൂളിന് 3-ാം സ്ഥാനം കിട്ടിയ വർഷം കൂടിയാണ് കടന്നുപോയത്. മാനേജർ സാർ സൂചിപ്പിച്ചു, വരുന്ന വർഷങ്ങളിൽ 6-ാം ക്ലാസ്സും തുടർന്നുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളുമാണ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അധ്യയനം, കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റ് കുളത്തൂപ്പുഴയിലെ ജനങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടാകും. നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം. കുട്ടികളുടെ വായനാശീലവും ലോക അറിവും വർദ്ധിപ്പിക്കുന്നതിന് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയുമായി ബന്ധപ്പെട്ട് അവരുടെ ലാംഗ്വേജ് ലാബും അവരുടെ ലൈബ്രറിയും നമ്മുടെ സ്കൂളിൽ വരുന്ന വർഷം ഉണ്ടാകും എന്ന് രക്ഷകർത്താക്കളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ AI സാങ്കേതികവിദ്യ പഠനത്തിൽ, അധ്യയനത്തിൽ എങ്ങനെ ഭംഗിയായി ഉപയോഗിക്കാം എന്ന് നമ്മുടെ ടീച്ചേഴ്സിന് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലഭ്യമായ സൗകര്യത്തിൽ ഒരു വെർച്വൽ റിയാലിറ്റി ലാബ് ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ സമയവും കണ്ടെത്തി നമ്മുടെ സ്കൂൾ ബിൽഡിങ്ങിൽ ഒരുക്കിയിരിക്കുന്ന വെർച്വൽ ലാബിൽ എല്ലാ പാരൻസും ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ടെക്നീഷ്യൻസ് അവിടെയുണ്ട്. അടുത്ത വർഷം മുതൽ നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും പഠനം കുറച്ചുകൂടി അനുഭവേദ്യമാക്കാൻ, എളുപ്പമാക്കാൻ, കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചത് എക്കാലവും ജീവിതത്തിൽ ഓർമ്മിച്ചു നിൽക്കാൻ സഹായിക്കുന്ന AI സാങ്കേതിക വിദ്യ പൂർണ്ണമായും നമ്മുടെ സ്കൂളിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഒരു ലാബാണ്. എല്ലാ കുട്ടികൾക്കും വീട്ടിലിരുന്നും എവിടെ ഇരുന്നും ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയുടെ ഡിജിറ്റൽ ലൈബ്രറി ആക്സസ് ചെയ്യാം, വായിക്കാം. 1.5 ലക്ഷത്തിൽ പരം ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയിലെ ആർട്ടിക്കിളുകൾ ലോകത്ത് 100-ൽ പരം ലാംഗ്വേജിൽ അത് ലഭ്യമാണ്, മലയാളം ഉൾപ്പെടെ ലഭ്യമാണ്. ഓക്സ്ഫോർഡ് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വീട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈലിലോ ടാബിലോ
ലാപ്ടോപ്പിലോ ഇത് ആക്സസ് ചെയ്യുകയും വായിക്കുകയും ചെയ്യാം. ഇപ്പോൾ നിലവിൽ മലയാളം ഉൾപ്പെടെ 1500 പരം പുസ്തകങ്ങളുണ്ട്. വരുന്ന 2 വർഷം കൊണ്ട് ഈ ബുക്സിൻ്റെ എണ്ണം 50,000 അവർ വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. വായന പൊതുവെ കുറഞ്ഞു വരികയാണെന്നറിയാം. പക്ഷേ ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്നുള്ള പഠനവും അറിവുകൾ മനസ്സിലാക്കുന്നതിന് ഒരു പ്രത്യേക സുഖമാണത്. കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് ലാബ്, അതായത് ഇംഗ്ലീഷ് ഭാഷ ഒരു ലോകഭാഷയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഭാഷയിൽ പ്രാവീണ്യം നേടാൻ നമ്മളെപ്പോലെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ടീച്ചേഴ്സിനും, പ്രത്യേകിച്ച് പാരൻസിനും കുട്ടികൾക്കും അല്പം പ്രയാസവും പലപ്പോഴും ഒരുപാട് കടമ്പകൾ കടന്നു പോകണമെന്നൊക്കെ തോന്നാറുണ്ട്. പല ശ്രമങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ 10-28 വയസ്സായി ഒരു ജോലിയുടെ മേഖലയിലെത്തുമ്പോൾ ഈ കുട്ടിക്കാലത്ത് ഇതൊക്കെ പഠിക്കാൻ ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ മുതിർന്നവരൊക്കെ തന്നെ. അത് നന്നായി മനസ്സിലാക്കിയിട്ട് അത് ഏറ്റവും എളുപ്പമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്, കുട്ടികൾ അറിയാതെ ഈ ഭാഷ കൈവശപ്പെടുത്തുന്നത് എങ്ങനെയാണ്, അങ്ങനെയാണ് ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയയുടെ ലാംഗ്വേജ് ലാബിൽ ചെന്ന് നിൽക്കുന്നത്. കുട്ടികൾക്ക് 40 കുട്ടികൾക്ക് ഒരേ സമയം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ആ കൃത്യമായ ശുദ്ധമായ അസൻറ്റോടുകൂടി പ്രൊനൗൺസിയേഷൻ സ്റ്റൈലോടുകൂടി ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ ക്യാമ്പസിൽ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ വരുന്ന വർഷം വിദേശത്തേക്ക് ധാരാളം ആളുകൾ പോകുന്ന സമയമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് ആ രാജ്യത്തെ ഭാഷ പഠിക്കണം, അല്ലെങ്കിൽ ആ രാജ്യത്ത് ആർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഫ്രാൻസിൻ്റെ പ്രത്യേകിച്ച് അവിടെ ഫ്രഞ്ച് ഭാഷ സംസാരിച്ചേ പറ്റും. ആര് ചെന്നും അവിടെ ചിലപ്പോൾ വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാവും ഫ്രഞ്ച് ഭാഷയിൽ പറഞ്ഞില്ലെങ്കിൽ. അവർക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം, പക്ഷേ അവിടെ എങ്ങനെയാണ്, നമ്മൾ തമാശയായിട്ട് പലരും പറയാറുണ്ട്, ആകാശത്തൂടെ ഫ്ലൈ ചെയ്ത് പോകുമ്പോൾ ജർമ്മനി ഓസ്ട്രിയയും കഴിഞ്ഞ് ഫ്രാൻസിൻ്റെ ആകാശത്ത് കയറിയാൽ ഉടനെ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ലാംഗ്വേജ് അവർ നിർത്തി ഫ്രഞ്ച് സംസാരിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, തമാശ. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ആ അവരുടെ നാഷണൽ ലാംഗ്വേജിനെ അവർ സ്നേഹിക്കുന്നതും അത് നിർബന്ധമാക്കിയിരിക്കുന്നതും. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ യുവാക്കളെ തേടി ഫ്രാൻസിൽ നിന്ന് ബിസിനസ്സുകാരും മറ്റ് എൻ്റർപ്രനേഴ്സും വരുമ്പോൾ ഫ്രഞ്ച് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകുന്നതിന് നിങ്ങൾക്കറിയാം, ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ചെറുതും വലുതുമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഓക്സ്ഫോർഡ് സ്കൂളിൽ പഠിക്കുന്ന 4ാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ പാരൻസിന് ആർക്കെങ്കിലും ജർമ്മൻ ലാംഗ്വേജോ ഫ്രഞ്ച് ലാംഗ്വേജോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്കൂളിൽ ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ആ സൗകര്യം ഓക്സ്ഫോർഡ് സ്കൂളിൽ ഒരുക്കാൻ തീരുമാനിക്കുകയാണ് വരുന്ന വർഷം മുതൽ. അപ്പോൾ കുട്ടികൾ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പിന്നെ നേഴ്സിംഗ് എടുത്തോ മറ്റേതെങ്കിലും പ്രൊഫഷണൽ മേഖലയിൽ കഴിഞ്ഞ് ജർമ്മനിയിൽ പോകണമെങ്കിൽ പിന്നെ 10,000 കൊടുത്തിട്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. പലപ്പോഴും 4-5 ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എൻ്റെ റിലേറ്റീവ്സ് ഒരുപാട് പേര് ജർമ്മൻ ഭാഷ പഠിച്ച് തോറ്റ് വീണ്ടും എഴുതുന്നുണ്ട്. കാരണം 28-30 വയസ്സ് കഴിഞ്ഞാൽ ഇത് പഠിക്കില്ല. കുട്ടികൾ ചെറുപ്പത്തിലേ പഠിക്കട്ടെ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ ഡിഗ്രി പഠനത്തിൻ്റെ ഭാഗമായി ഇത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി, അതാണ് ഇവിടെ അനിൽ സാർ സൂചിപ്പിച്ചത്, കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോഴത്തെ സമൂഹത്തിൽ എങ്ങനെ ഒരു കുട്ടി യുവാവായി ജീവിച്ച് മുന്നോട്ട് പോകണം, അതെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കലാലയം കുളത്തൂപ്പുഴയിലെ നിവാസികൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വാക്കുണ്ട്, 3 മുതൽ 5 വർഷമാണ്. അതായത് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് എല്ലാ സ്കൂളുകളുടെയും സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്കൂൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഏതാണ്ട് ആ പടിപടിയായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1-2 വർഷങ്ങൾ കൂടി എത്തുമ്പോൾ തീർച്ചയായും കുളത്തൂപ്പുഴയിലെ നിവാസികൾക്ക്, രക്ഷിതാക്കൾക്ക് അത്തരത്തിലൊരു സ്കൂൾ ഇവിടെ പ്രതീക്ഷിക്കാം. തീർച്ചയായും അതിന് മാനേജ്മെൻറ്റ് കമ്മിറ്റഡ് ആണ്. ആ ബാധ്യത, ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇപ്പോൾ ഓർമ്മ വരുന്നത്, ആദ്യത്തെ വർഷം മുതൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റുമായി സഹകരിച്ച രക്ഷിതാക്കളുടെ നല്ലൊരു മുഖമുണ്ട്. വളരെ പ്രതീക്ഷയോടെ എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, പലരും ഇവിടെ മുൻപിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിന് 2ാമത്തെ വർഷം ജോയിൻ ചെയ്തവർ, 3ാമത്തെ വർഷം ജോയിൻ ചെയ്തവർ വളരെ ആകാംക്ഷയോടെ സ്കൂളിലെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനത്തിനും നിസ്സീമമായ സഹകരണവും പങ്കാളിത്തവും ആണ് അവരിൽ നിന്ന് ലഭിച്ചത്. തീർച്ചയായും വളരെ നന്ദിയോടെ അതിവിടെ ഓർക്കുകയാണ്, വളരെ അഭിമാനത്തോടെ അത് ഓർക്കുകയാണ്. നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ ചില്ലിക്കാശും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ചില്ലിക്കാശും, അത് ഈ കലാലയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അങ്ങേയറ്റം ഉത്തരവാദിത്വ ബോധ്യത്തോടു കൂടി അത് തിരികെ ലഭിക്കുന്നതിനുള്ള ഒരു പാഠ്യപദ്ധതിയും സമീപനവും ഈ ക്യാമ്പസിൽ നിന്ന്, ഈ കലാലയത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മെമ്പേഴ്സിനോടും മറ്റ് ജനപ്രതിനിധികളോടുമൊക്കെ സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും
ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു സ്കൂൾ വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മനസ്സിൽ വെച്ച് വളരെ മികച്ച നിലയിൽ പാരൻസിൻ്റെ സഹകരണത്തോടു കൂടി, നിങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പോകുന്ന ഒരു കലാലയം ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുണ്ടാകട്ടെ. അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇവിടെ ഞങ്ങൾ നിങ്ങൾ എന്ന വ്യത്യാസം ഇല്ലാതെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കലാലയമായി മാറട്ടെ. അതിന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് റിൻസി മാഡം തയ്യാറാക്കിയത്, അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അത് കാണാനും അത് മനസ്സിലാക്കാനും നിങ്ങളെ ഞാൻ ഹാർദവമായി ക്ഷണിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ആൾ.